ഹായ് ഗായ്സ്, ദിസ് മീ സൈനോ തെക്കേൽ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ വിക്ടോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വാഹനം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടി അടങ്ങുന്ന ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഗായ്സ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. വാഹനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷേ നമ്മൾ ഓൺലൈനിൽ നിന്ന് ആ വാഹനത്തിൻ്റെ അവരുടെ സൈറ്റിൽ നിന്നുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് റിവ്യൂ ആണ് ഗായ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ വിക്ടോറിയസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ കിഡിലെ ലുക്കാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ലുക്ക്. പല രീതിയിലുള്ള കളർ വേരിയൻറ്റിൽ വണ്ടി അവൈലബിൾ ആണ്. നമുക്ക് ഈ കളേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബ്ലാക്കിലൊക്കെ കിഡിലെ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബ്ലാക്കാണ്. പിന്നെ ബ്ലാക്കിൽ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നോവ ഹൈക്രോസിൻ്റെ ഒരു ലുക്ക് പോലെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡ് ഭാഗം കാണുന്നുണ്ടെങ്കിൽ. പിന്നെ മെയിൻ ഫീച്ചർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചർ ലോഡറാണ് ഈ വണ്ടി. അതിൽ ഒരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലെ ടെയിൽ ഗേറ്റിലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടെയിൽ ഗേറ്റാണ് വരുന്നത്. അത് ഭയങ്കര ഫീച്ചറാണ്. പിന്നെ ലെവൽ 2 അഡാ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയാണ് മാരുതിയുടെ ഈ വിക്ടോറിയസ് വരുന്നത്. പിന്നെ ഈ വണ്ടി വരുന്നത് നെക്സ വഴിയല്ല, മാരുതി സുസുക്കിയുടെ അരീനയിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ. പിന്നെ നമ്മുടെ ഹൈബ്രിഡിൽ ടെക്നോളജിയോട് കൂടിയുള്ള കിട്ടിലും ഒരു പെർഫോമൻസിൻ്റെ കാര്യം എങ്ങനെയൊന്നും നമുക്കറിയില്ല. ഞാൻ ജസ്റ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ വണ്ടി നമുക്ക് വ്ളോഗ് ചെയ്യാൻ തന്നെ കിട്ടിയില്ല. ജസ്റ്റ് ഞാൻ ആ സൈറ്റിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണല്ലോ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കാം. പിന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഈ DRL കാണില്ല, ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള DRL വരുന്നത്. DRL നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ നേരെ മുകളിലായിട്ട് ഇങ്ങനെ ഐസ് ക്യൂബ് പോലത്തെ ഓരോ ഐസ് ക്യൂബുകളായിട്ടാണ് കാണുന്നത്. നല്ല ലുക്കുണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ടുള്ള നമ്മുടെ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ, പിന്നെ സെൻസർ കാര്യങ്ങളൊക്കെയാണ് താഴെയുള്ളത്. പിന്നെ ഈ ഫ്രണ്ട് പോർഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വോക്സ് വാഗൻ്റെ ടൈഗറിനൊക്കെ പോലെ ഒരു ഫീലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സൈഡ് ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീപ്പ് കോമ്പസിൻ്റെ ഒക്കെ ഒരു ലുക്ക് പോലെ തോന്നുന്നുണ്ട്. ആ ടയറിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ജീപ്പ് കോമ്പസ് പോലെയൊക്കെ ഒരു ഫീലുണ്ട്. ബാക്കാണ് കിട്ടില്ല. ബാക്കിൽ ആ ഒരു ടെയിൽ ലൈറ്റും കാര്യങ്ങളും നല്ല ലുക്കായിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭാഗം ബ്ലാക്കിൽ വളരെ ലുക്കായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ബ്ലാക്കിൽ നമുക്ക് ഇന്നോവ ഹൈക്രോസിൻ്റെ ഒക്കെ അതേപോലെ തന്നെ ഫീലാണ്. ആ ഭാഗം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. ടെയിൽ ഗേറ്റ് ഇലക്ട്രിക്കലി ഫോൾഡബിളാണ്. ഓപ്പണും ഫോൾഡബിളും ഇലക്ട്രിക്കലി ആണ്. പാനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോർ ഓപ്പണായി വെച്ചിട്ടുള്ള ഫോട്ടോസ് ആട്ടത് ഗൈസ്. നല്ല കിടൽ ലുക്ക് തന്നെയാണ്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാരുതിയുടെ ഇതുവരെ കണ്ട വണ്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ഇൻറ്റീരിയർ ആണ് ഇതുള്ളത്. കാരണം നോർമലി മാരുതിയുടെ എല്ലാ വാഹനങ്ങളും ഒരേ ടൈപ്പ് ഇൻറ്റീരിയർ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നൊരു ഫീലാണ് നമുക്ക് എല്ലാ വണ്ടിയിലും കാണുന്നത്. ഏത് മോഡലാണെങ്കിലും ഇൻറ്റീരിയറെല്ലാം സെയിം ആയിരിക്കും. പക്ഷേ ഈ വണ്ടിയിലേക്ക് വന്നപ്പോൾ നല്ല മാറ്റങ്ങളുണ്ട്. നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആമസോൺ അലക്സ കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് അലക്സ ഉപയോഗിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. നമ്മുടെ വയർലെസ് ചാർജിങ് കാര്യങ്ങൾ ഒരു തട്ടായിട്ടാണ് ഇവിടെ കാണുന്നത്. വയർലെസ് ചാർജിങ് മേലെ ഭാഗത്തും, താഴെയാണെങ്കിൽ C ടൈപ്പ് ചാർജിങ് കാര്യങ്ങളാണ് വരുന്നത്. ഡ്രൈവ് മോഡ് കാര്യങ്ങളൊക്കെയാണ് താഴെ കാണുന്നത്. അതുപോലെ തന്നെ വെന്റിലേഷൻ്റെ സ്വിച്ചും കാര്യങ്ങളാണ് താഴെ കാണുന്നത്. എക്സ്റ്റൻഡബിൾ ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ താഴെ തന്നെ 2 നല്ല കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡോറിൻ്റെ സൈഡിലും ഡാഷ്ബോർഡിൻ്റെ താഴെ കാണുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ലെതർ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഓട്ടോമാറ്റിക് ഡിമ്മിങ്, റിയർ വ്യൂ മിറർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മുടെ സൺഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച്, പിന്നെ നമ്മുടെ വിശാലമായ കിഡിലം പനോറമിക് സൺറൂഫ് കാര്യങ്ങൾ. അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ശരിക്ക് ഈ ഒരു മാരുതിയുടെ ഈ ഒരു വേരിയൻറ്റിലുള്ളത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇതുവരെയുള്ള പാറ്റേണൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ലെതർ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറേ കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ റിയർ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലുള്ള കാര്യങ്ങൾ, ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ റിയർ AC വെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ 2 ഫോൺ C ടൈപ്പ് ചാർജിങ് പോർട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ ആംറസ്റ്റ്, അതിൽ 2 കപ്പ് ഹോൾഡേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാരുതി സുസുക്കിയുടെ പുതിയ വിക്ടോറിയസ് എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഈ വാഹനം നേരിട്ട് നമുക്ക് കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിക്കാനുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഷോറൂമിലൊക്കെ എത്തുന്നുണ്ടാവുള്ളൂ. ഓക്കെ.
പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊന്നും പുറത്തായിട്ടില്ല. 9 ലാക്ക് മുതൽ 18 ലാക്കിൻ്റെ ഉള്ളിലായിരിക്കും റേറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം CNG, ഹൈബ്രിഡ്, പെട്രോൾ അങ്ങനെ 3 വേരിയൻറ്റിലൊക്കെ ആയിട്ടായിരിക്കും വാഹനം ഇറങ്ങുക. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ അടുത്തൊരു വാഹന വീഡിയോസുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, സേനു തെക്കേൽ.